സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ ഇഷ്ടം നേടി എന്നതിന് നമുക്ക് ലഭിക്കുമെന്നതിനുള്ള തെളിവുകൾ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട 8 അടയാളങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിനെ അതിയായി ദിക്റെടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? അത് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എപ്പോഴും അയാളെക്കുറിച്ച് ഓർക്കാനും അയാളെക്കുറിച്ച് സ്മരിക്കാനും അയാൾ വലിയ താല്പര്യം കാണിക്കും. ഇതുപോലെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മൾ? എങ്കിൽ അള്ളാഹുവിനെ നിരന്തരമായി നമുക്ക് സ്മരിക്കാൻ സാധിക്കും. അങ്ങനെ നാവുകൊണ്ടും ഹൃദയം കൊണ്ടും അള്ളാഹുവിനെ നിരന്തരമായി സ്മരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയൊരു തൗഫീഖാണ്. അള്ളാഹുവിനെ ദിക്റെടുക്കാനുള്ള തൗഫീഖ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ്. ഫദ്കുറൂനി യദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കണം, എന്നാൽ ഞാൻ നിങ്ങളെ ഓർക്കുമെന്നാണ്. ആരാണ് സുഹൃത്തുക്കളെ നമ്മെ ഓർക്കുന്നത്? ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ സൃഷ്ടാവും നിയന്താവും കൈകാര്യകർത്താവുമായ പടച്ച റബ്ബ് നമ്മെ ഓർക്കാനുണ്ടെങ്കിൽ ഈ ലോകത്ത് നമ്മെ ആരും ഓർത്തില്ലെങ്കിലും സ്മരിച്ചില്ലെങ്കിലും സ്തുതിച്ചില്ലെങ്കിലും വാഴ്ത്തിയില്ലെങ്കിലും നമുക്കൊരു പ്രശ്നവുമില്ല. കാരണം അള്ളാഹു നമ്മെ ഓർക്കും. അള്ളാഹു നമ്മെ ഓർക്കണമെങ്കിൽ നാം അള്ളാഹുവിനെ ഓർക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, ഒരു അടിമ തന്റെ മനസ്സിൽ അള്ളാഹുവിനെ ഓർത്താൽ അള്ളാഹു അവന്റെ മനസ്സിൽ അവനെ ഓർക്കുമെന്നാണ്. ഒരു അടിമ ഒരു സദസ്സിന് മുന്നിൽ വെച്ചാണ് അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നത് എങ്കിൽ പടച്ച റബ്ബ് ഈ സദസ്സിനേക്കാളും ഏറ്റവും മഹോന്നതമായ ഒരു സദസ്സ് മലഉൽ അലയിൽ ആകാശ ലോകത്ത് മലക്കുകളുടെ സവിധത്തിൽ വെച്ച് അയാളെ പ്രശംസിച്ച് സംസാരിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ രാവിലും പകലിലും ഏകാന്തതയിലും കൂട്ടത്തിലും ഏതൊരു സന്ദർഭത്തിലും പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു തൗഫീഖാണ്. ആ തൗഫീഖ് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് പടച്ച റബ്ബിനെ ദിക്റെടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അതൊന്നാമത്തെ അടയാളമാണ്. രണ്ടാമത്തെ അടയാളം നിർബന്ധ കർമ്മങ്ങളിൽ നമ്മൾ കാണിക്കുന്ന കണിശതയാണ്. പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ മറ്റു കാര്യങ്ങളിൽ നമ്മൾ കണിശത പുലർത്തുക എന്നുള്ളതാണ്. കേവലം അത് നിർവഹിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമസ്കാരത്തിൽ റാഹത്ത് കണ്ടെത്തുക എന്നതാണ് പ്രധാനം. നമസ്കാരത്തിൽ റാഹത്ത് കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള, നിസ്കാരം കഴിഞ്ഞാൽ ഒരു റാഹത്ത് അല്ലെ, നിസ്കാരം കഴിഞ്ഞു കിട്ടിയാൽ ഒരു റാഹത്ത്. നിസ്കാരം നീണ്ടുപോകുമ്പോൾ ഒരു അസ്വസ്ഥത, ഖുതുബ നീണ്ടുപോകുമ്പോൾ ഒരു അസ്വസ്ഥത, നന്മയായ കാര്യങ്ങൾ നീണ്ടുപോകുമ്പോൾ അസ്വസ്ഥത. എന്നാൽ അതേ ആളുകൾക്ക് എത്ര സമയവും ഹോട്ടലിൽ സമയം ചിലവഴിക്കാം. ഒരു ഭക്ഷണം ഓർഡർ ചെയ്ത് അരമണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവർ യാതൊരു പ്രയാസവുമില്ലാതെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. ആ ഭക്ഷണം സമയമെടുത്ത് കഴിക്കാൻ തയ്യാറാണ്. ഭക്ഷണം കഴിഞ്ഞ് അല്പനേരം അവിടെ വിശ്രമിക്കാൻ തയ്യാറാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് മണിക്കൂറുകൾ ചിലവഴിക്കാൻ അവർ തയ്യാറാണ്. അവിടെ വിനോദത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അവർ സമയം ചിലവഴിക്കാൻ തയ്യാറാണ്. എന്നാൽ ആരാധനയുടെ കാര്യത്തിലാകട്ടെ അവർക്ക് വല്ലാത്ത പ്രയാസവും ബുദ്ധിമുട്ടും ഒരു ഈർഷ്യതയും ഒരു വെറുപ്പും ഒരു നിർബന്ധ സാഹചര്യത്തിൽ ഒരു ചടങ്ങ് തീർക്കുന്ന ഒരു അവസ്ഥയും ഒരു ഭാരവുമായിട്ടാണ് അവർ കാണുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ഈ നമസ്കാരമൊക്കെ ഭാരമാണ്. വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഖുശൂ ഇല്ലാത്തവർക്ക് ഈ നമസ്കാരവും മറ്റ് ആരാധനകളൊക്കെ ഒരു ഭാരമാണ്. എന്നാൽ ഖുശൂ ഉള്ളവർക്ക്, ഭയഭക്തിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് റാഹത്താണ്. നമസ്കാരം റാഹത്തായി അനുഭവപ്പെടുന്നുണ്ടോ അത് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമായിട്ട് പണ്ഡിതന്മാർ എണ്ണുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാലിനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ബിലാലെ, താങ്കൾ ബാങ്ക് വിളിക്കൂ, നമസ്കാരം കൊണ്ട് ഞാൻ റാഹത്ത് കാണട്ടെ എന്നാണ്. അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ, നമസ്കാരം കൊണ്ട് ഞാൻ റാഹത്ത്, നമസ്കാരം കൊണ്ട് എനിക്ക് റാഹത്ത് നൽകൂ എന്ന് ബിലാൽ റബാഹ് റളിയല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, എനിക്ക് ഈ ദുനിയാവിൽ സുഗന്ധം ഇഷ്ടമാണ്, എന്റെ ഇണകളെയും എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, എന്നാൽ എനിക്ക് കൺകുളിർമ നൽകപ്പെട്ടിരിക്കുന്നത് എന്റെ ആരാധനകളിലാണ് എന്നാണ്. ശാന്തമായി അല്പനേരം പടച്ചറബിന് മുന്നിൽ നമസ്കരിക്കുമ്പോൾ, പള്ളിയിൽ അല്പനേരം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു കുളിരും ഒരു സമാധാനവും സ്വസ്ഥതയും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ ലക്ഷണമായിട്ട് പണ്ഡിതന്മാർ എണ്ണുകയാണ്. മൂന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് ഈ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കുറ്റബോധവും ദുഃഖവുമാണ്. ഖുർആൻ ഓതാൻ സാധിക്കാതെ വരുമ്പോൾ, ജമാഅത്ത് മിസ്സായി പോകുമ്പോൾ, പതിവായി ചെയ്യുന്ന കർമ്മങ്ങൾ, ദിക്റുകൾ, മറ്റു കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടുക. ഇന്ന് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സങ്കടം എനിക്കുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കുക, എന്താണ് എനിക്ക് പ്രശ്നം എന്നാണ്. പ്രശ്നം പറയാൻ കഴിയാത്തൊരു പ്രശ്നം അനുഭവിക്കുകയാണ്. എന്നാൽ അയാളുടെ ഉള്ളിലുണ്ട്, ഇന്നത്തെ സുബൈന്റെ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി, സുബൈന്റെ മുമ്പുള്ള 2 റക്അത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ഖുർആൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി, അയ്യാമുൽ ബീദ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി, ശവ്വാലിലെ 6 നോമ്പ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അതിലൊക്കെ ഒരു ഖേദവും പ്രയാസവും നമുക്കുണ്ടെങ്കിൽ, വെറും ഖേദം മാത്രമല്ല അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു സന്നദ്ധത നമുക്കുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പറയപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം
അസർ ജമാഅത്തിന്റെ നേരത്ത് അദ്ദേഹത്തിന്റെ തോട്ടത്തിലൊന്ന് കയറി ഇറങ്ങിയപ്പോൾ ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ആ തോട്ടം തന്നെ അള്ളാഹുവിന്റെ റസൂലിന് നൽകിയ സംഭവം നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഭൗതിക ലാഭം ഏതുപോലെ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വരുമാനം നേടാൻ നന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റിയൊരു അവസരം മിസ്സായാൽ അയാൾക്ക് എത്ര സങ്കടം ഉണ്ടാവും, അതുപോലത്തെ ഒരു സങ്കടം നമുക്ക് ആരാധന മിസ്സാകുമ്പോൾ ഉണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആ ഒരു മിസ്സിംഗ് ഫീലിംഗ് നമുക്കുണ്ടെങ്കിൽ അത് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ് എന്നത് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അത്രത്തോളം അദ്ദേഹത്തിന് ആരാധനകൾ അത്രയും ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹത്തിന്. അത്രയും വലിയ വാല്യൂ അദ്ദേഹം ആരാധനകൾക്ക് കൊടുക്കുന്നുണ്ട്, അതിൽ അത്രയും ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. അതൊന്ന് മിസ്സായി കഴിയുമ്പോൾ അദ്ദേഹത്തിന് അത്രയും വലിയ പ്രയാസമാണ്. ആ ഒരു പ്രയാസം നികത്താനാണ് സ്ഥിരമായി രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ഒരാൾക്ക് ഉറക്കത്തിന്റെ ക്ഷീണം കൊണ്ട് രാത്രി നമസ്കാരം മിസ്സായാൽ വേണമെങ്കിൽ അയാൾക്ക് ദുഹാ നമസ്കാരത്തിന്റെ സമയത്ത് രാത്രി നമസ്കാരം നിർവഹിക്കാനുള്ള അനുവാദം അല്ലാഹുവിന്റെ പ്രവാചകൻ കൊടുത്തത് എന്താണ്? നിത്യവും ഇത് ചെയ്തു പോകുന്ന ഒരാൾക്ക് നേരം വെളുക്കുമ്പോൾ അത് മിസ്സായതിന്റെ സങ്കടം ഉണ്ടാവും. ആ സങ്കടം തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഹോദരന്മാരെ, സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സങ്കടവും ദുഃഖവും, ആ ഒരു സംഭവം നമുക്കുണ്ടോ? അതല്ല, അത് നഷ്ടപ്പെട്ട് കഴിച്ചിലായി, അവിടെ കൊടുക്കേണ്ടി വന്നില്ല, ഭാഗ്യം അല്ലെ, അതിന് നമ്മൾ രക്ഷപ്പെട്ട് പല ആൾക്കാരെ പേരും വിളിച്ചപ്പോ നമ്മളെ പേര് വിളിച്ചില്ല. ഇങ്ങനെയാണോ നമ്മൾ നന്മയുടെ മാർഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടതായിട്ടാണോ നമുക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ നമുക്ക് ആരാധനകളോടും അള്ളാഹുവിലേക്ക് അടുക്കാൻ അവന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളോടുള്ള നമ്മുടെ സമീപനത്തിൽ വലിയ വ്യത്യാസമുണ്ട്. എന്നാൽ അതിനെ വലിയ ഗൗരവത്തോടുകൂടെ കാണുകയും അത് മിസ്സാകുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടതിന്റെ ഒരു അടയാളമാണ്. പ്രത്യേകിച്ച് റമദാൻ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയും നമ്മളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. നാലാമത്തെ വിഷയം സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടുള്ള അമിതമായ സ്നേഹം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് ഇന്നത് സുന്നത്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക. അത് വേഷത്തിലാകട്ടെ, സൗന്ദര്യത്തിലാകട്ടെ, മറ്റു വിഷയങ്ങളിലാകട്ടെ, ഈവൻ ദീനല്ലാത്ത കാര്യത്തിൽ പോലും സ്വഹാബത്ത് അങ്ങേറ്റത്ത് താല്പര്യം കാണിച്ചു. അനസ് റളിയല്ലാഹു അൻഹു ചെരങ്ങ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെരങ്ങ അദ്ദേഹം ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ സൽക്കരിച്ച് അവിടെ ചെന്നപ്പോ അവിടെ റൊട്ടിയും കറിയുമുണ്ട്. ആ കറിയിലുള്ളത് ഉണക്ക മാംസവും ചെരങ്ങയും അതുപോലെ തന്നെ ചില പച്ചക്കറികൾ, വെജിറ്റബിൾസുമാണുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് ചെരങ്ങ പെറുക്കിയെടുത്ത് കഴിക്കുന്നത് അനസ് റളിയല്ലാഹു അൻഹു കാണുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെജിറ്റബിൾസ് ചില വെജിറ്റബിൾസ് പ്രത്യേകം ഇഷ്ടമായിരുന്നു. അത് കഴിക്കുന്നത് കണ്ടപ്പോൾ അതിനുശേഷമാണ് അനസ് റളിയല്ലാഹു അൻഹു ചെരങ്ങ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അദ്ദേഹം അത് തെരഞ്ഞുപിടിച്ച് കഴിക്കാൻ തുടങ്ങിയത്. അത് സഹാബത്തിന്റെ സമീപനമായിരുന്നു. അത് മഹാന്മാരായ പണ്ഡിതന്മാർ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രം, അവരൊരു ഹദീസ് നബിയിൽ നിന്ന് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഒരു തവണയെങ്കിലും പ്രവർത്തിക്കുമായിരുന്നു. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹി, ഇമാം അഹ്മദ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു ഹദീസ് രേഖപ്പെടുത്താൻ നബി കൊമ്പ് വെച്ചു. എന്നിട്ടത് ചെയ്തു കൊടുത്ത ആൾക്ക്, അതായത് പിന്നെ ഹിജാമ ചെയ്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ചെയ്ത ആൾക്ക് ഒരു ദിർഹം പാരിതോഷികം നൽകുകയും ചെയ്തു എന്ന ഹദീസ് എഴുതിയ ഇമാം അഹ്മദ് കിതാബ് പൂട്ടിയിട്ട് നേരെ അതുപോലെ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടാണ് പിന്നെ അടുത്ത ഹദീസ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെയായിരുന്നു സഹാബത്ത്, നമ്മുടെ മുൻഗാമികൾ നബിയുടെ സുന്നത്തിനെ, നബി ചര്യയെ കണ്ടിരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ എന്താ ചിന്തിക്കാറുള്ളത്? അതിപ്പോ നിർബന്ധമല്ലല്ലോ, സുന്നത്തായ കാര്യമല്ലേ, എടുത്താൽ കൂലുണ്ട്, എടുത്തില്ലെങ്കിൽ കുറ്റല്ലല്ലോ എന്ന നിലക്കാണ് പലപ്പോഴും പല ആളുകളും കാണാറുള്ളത്. എന്നാൽ സഹാബത്തും നമ്മുടെ മുൻഗാമികളും അങ്ങനെയല്ല കണ്ടത്. നമ്മൾക്ക് നിത്യവും ചെയ്തു പോകുന്ന നബിചര്യ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നല്ലാതെ തേടിപ്പിടിച്ച് കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ ഇല്ലാത്ത കാര്യമാണ്. എന്നാൽ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ തേടിപ്പിടിച്ച് പ്രവാചകൻ ഓരോ മൊമെന്റിലും എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് തേടിപ്പിടിച്ച് കണ്ടെത്തി അതുപോലെ ചെയ്തിരുന്നവരായിരുന്നു സ്വഹാബത്ത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാന്റെ ഇഷ്ടം അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നതിന്റെ ഒരു പ്രകടമായ ലക്ഷണം, സുന്നത്തിനോട് നമുക്ക് ഇഷ്ടമുണ്ടോ, അത് സ്വീകരിക്കാനും അത് പ്രാവർത്തികമാക്കാനും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എങ്കിൽ അത് ആ ഒരു അലാമത്താണ് എന്നതാണ്. അഞ്ചാമത്തെ കാര്യം, ഐച്ഛികമായ ഇബാദത്തുകളോട്, അതായത് നിർബന്ധ നിസ്കാരമുണ്ട്, അതിന്റെ പിന്നോടിയായതിന് മുമ്പിലും പിമ്പിലുമായിട്ട് റവാത്തിബുകളുണ്ട്. നിർബന്ധ നോമ്പുണ്ട്, അതല്ലാത്ത തിങ്കളും വ്യാഴവും അയ്യാമുൽ ബീദും മറ്റു ആശൂറാവും താസുആവും മുഹറം നോമ്പും അറഫ നോമ്പും അങ്ങനെ എല്ലാം നോമ്പുകളുണ്ട്. ഇപ്പൊ ഫർള് നോമ്പിന് പുറമെ സുന്നത്തായ നോമ്പുകൾ നോൽക്കാൻ, ഫർളായ സക്കാത്തിന് പുറമെ സുന്നത്തായിട്ടുള്ള സദഖകൾ വർദ്ധിപ്പിക്കാൻ, ഫർളായ ഹജ്ജിന് പുറമെ ഹജ്ജിന്റെ പ്രതിഫലം ഓഫർ നൽകപ്പെട്ട മറ്റു പല കർമ്മങ്ങൾ അതിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ, അങ്ങനെ ഐച്ഛികമായ അതായത് നിർബന്ധമല്ലാത്ത കർമ്മങ്ങളോട് നമുക്കൊരു താല്പര്യമുണ്ടെങ്കിൽ അത് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമായിട്ട് പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക.
അള്ളാഹു നിന്റെ ഇഷ്ടം ചോദിക്കുന്നു, നീ ഇഷ്ടപ്പെട്ടവരുടെ ഇഷ്ടം ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിനക്ക് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളോടുള്ള ഇഷ്ടം ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി എന്താണ്? ഫർളായ കർമ്മങ്ങളാണ്. ഫർളിന് പുറമെ സുന്നത്തായ കർമ്മങ്ങൾ, ഐച്ഛികമായ കർമ്മങ്ങളിലൂടെ അല്ലാതെ അള്ളാന്റെ ഇഷ്ടം നേടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് ഹദീസുകൾ നമുക്ക് പ്രത്യേകം കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഐച്ഛികമായ ഇബാദത്തുകളോട്, അതായത് നിർബന്ധ കർമ്മങ്ങൾക്ക് പുറമെയുള്ള ധാരാളം കർമ്മങ്ങൾ, നിർബന്ധത്തെക്കാളും കൂടുതൽ അത്തരം കർമ്മങ്ങളായിരിക്കും. ചില ആളുകൾ നിർബന്ധം ഗൗനിക്കുന്നത് പോലെ തന്നെ അത്തരം കാര്യങ്ങൾ ഗൗനിക്കാറുമുണ്ട്. അതായത് 2 റക്അത്ത് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് അവർ ഗൗരവത്തോടെ, അതില്ലാതെ സുബഹി നിസ്കരിക്കാൻ അവർക്ക് ആകാത്തൊരവസ്ഥ അല്ലെ. ഏത് കാര്യവും സുന്നത്തായ കർമ്മങ്ങളെ നിർബന്ധ കർമ്മങ്ങൾ കൊണ്ടു നടക്കുന്ന പോലെ കൃത്യമായി കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അത്തരക്കാരൊക്കെ അള്ളാഹുവിന്റെ ഹുബ്ബ് മഹബത്ത് കിട്ടിയ ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അതിൽ ചേർക്കുമാറാവട്ടെ. 6ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, അള്ളാന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അള്ളാന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. മഹാന്മാരായ മുൻഗാമികൾ അവരൊക്കെ ദീന് പഠിപ്പിക്കുന്ന, ദീന് പറയുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സലഫിയത്തിന്റെ മാർഗത്തിലുള്ള തൗഹീദിന്റെ ആളുകളെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും അല്ലെ. ദമസ്കസിലെ പള്ളിയിൽ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ക്ലാസ് എടുക്കുമ്പോൾ അവിടെ ക്ലാസ് കേൾക്കാൻ വന്നിരുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എങ്കിൽ താങ്കൾക്ക് സന്തോഷിക്കാം, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വജബത് മഹബ്ബതി ലിൽ മുതഹബ്ബിന ഫിയ, എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരുടെ മേൽ എന്റെ സ്നേഹം നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അള്ളാഹിന്റെ പേരിൽ നമ്മൾ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം സന്ദർശനം നടത്തുക, പരസ്പരം സമ്പത്ത് വിനിയോഗിക്കുക, പരസ്പരം ഒരുമിച്ച് കൂടിയിരിക്കുക. ഇതിപ്പോ വേറെ താല്പര്യത്തിനൊന്നല്ല നമ്മളോട് ഒരുമിച്ച് കൂടിയത്, മറിച്ച് അള്ളാഹിന്റെ ദീനിന് വേണ്ടി ഒരുമിച്ച് കൂടിയതാണ്. ഇതൊക്കെ അള്ളാഹിന്റെ ഇഷ്ടം കിട്ടാൻ നിർബന്ധമായ കാര്യം. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ ഇഷ്ടത്തിന് വേണ്ടി ആരെങ്കിലും പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹിന്റെ ഇഷ്ടം കിട്ടിയതിന്റെ അടയാളമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് ഹദീസിൽ കാണാം. ഒരാള് തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, കുറെ ദൂരത്തുള്ള ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹു അയാളിലേക്ക് ഒരു മലക്കിനെ നിശ്ചയിച്ചു. എന്നിട്ട് മനുഷ്യരൂപത്തിൽ ചെന്ന് അയാൾ ചോദിച്ചു, എവിടേക്കാണ് താങ്കൾ പോകുന്നത്? ഇന്ന ഗ്രാമത്തിന്റെ പട്ടണത്തിന് അങ്ങേയറ്റത്ത് ഒരാളുണ്ട്, അയാളെ കാണാനാണ്. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണോ? കച്ചവടത്തിനാണോ, മറ്റു എന്തെങ്കിലും അറിവ് അന്വേഷിക്കാനാണോ, ഭൗതികമായ വല്ലതും നേടാൻ വേണ്ടിയാണോ താങ്കൾ അങ്ങോട്ട് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരു സംഗതിയുമല്ല, ഞാൻ അദ്ദേഹത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഈ അള്ളാഹു നിയോഗിച്ച ഈ മലക്ക് അദ്ദേഹത്തോട് പറയാൻ, ഞാൻ അള്ളാഹു നിയോഗിച്ചൊരു മലക്കാണ്, ദൂതനാണ്, അള്ളാഹു താങ്കളെ ഇഷ്ടപ്പെടുന്നു എന്ന ഓഫർ അറിയിക്കാൻ ഞാൻ വന്നതാണ്. അപ്പോൾ പരസ്പരമുള്ള ആ ഒരു സ്നേഹം, വിശ്വാസികൾ തമ്മിലുള്ള ആ ഒരു സ്നേഹം, പലപ്പോഴും അസൂയയും പകയും വിദ്വേഷവും പലതരത്തിലുമുള്ള പാർഷ്വാലിറ്റിയും കാരണത്താൽ, ഹിസ്ബിയത്ത് കാരണത്താൽ നമുക്കിടയിൽ അകൽച്ചയും വിള്ളലുകളും വീഴാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്ത് അംഗീകരിക്കുന്ന ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്ന്, ഒരേ റബ്ബിനെ ആരാധിച്ച് ഒരേ ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്ന് ഒരേ മതത്തിന്റെ അനുയായികളായി ജീവിക്കുന്ന നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നു എങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. 7ാമത്തെ കാര്യം സുഹൃത്തുക്കളെ, ദുനിയാവിനുള്ള വിരക്തിയാണ്. ദുനിയാവിനുള്ള വിരക്തി. സ്വഹാബി നബിയോട് വന്ന് ചോദിക്കുക, നബിയെ, എനിക്ക് അള്ളാഹുവിന്റെ ഇഷ്ടവും അടിമകളുടെ ഇഷ്ടവും കിട്ടണം, ജനങ്ങളുടെ ഇഷ്ടം കിട്ടണം, എന്തായാലും മാർഗം ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ ദുനിയാവിനോട് വിരക്തനാണെങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. ജനങ്ങളുടെ കയ്യിലുള്ളതിനോട് വിരക്തി കാണിച്ചാൽ ജനങ്ങളും നിങ്ങളെ ഇഷ്ടപ്പെടും. എല്ലാവരും എനിക്ക് വേണം, അവന് കിട്ടി, അവന്റെ നശിക്കണം, എനിക്ക് കിട്ടണം, ഈ ആർത്തിയുള്ളവൻ ഒരാൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ജനങ്ങളുടെ കയ്യിലുള്ളതിനെ ഇഷ്ടപ്പെടാതിരിക്കുക, പടച്ചറബ് എനിക്ക് തന്നതിൽ തൃപ്തിപ്പെടുക. പിന്നെയോ ദുനിയാവിനോട് വിരക്തി കാണിക്കുന്നത് ഏത് സമയം നഷ്ടപ്പെട്ടു പോകാവുന്നതാണ്. എനിക്ക് കിട്ടാൻ ഏറ്റവും നല്ല ലാഭം എന്ന് പറഞ്ഞാൽ പരലോകത്ത് സ്വർഗ്ഗമാണ്. ഈ ദുനിയാവിലുള്ള സ്റ്റാറ്റസും പൈസയും വേറൊരു കാണുമ്പോൾ നമുക്ക് തോന്നും അങ്ങനെ ഉണ്ടായെങ്കിൽ എന്നൊക്കെ. വലിയ വീട് കാണുമ്പോൾ, വലിയ കാറ് കാണുമ്പോൾ, നല്ല ഫെസിലിറ്റി കാണുമ്പോൾ, ഈ നല്ല ചൂടത്ത് നല്ല AC അറേഞ്ച് ചെയ്ത ഒരു വീട്ടിലൊക്കെ ചെന്ന് കുറച്ചേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളെ വരെന്ത് എന്ത് ചൂടാണ് അവിടെ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതൊക്കെ ദുനിയാവാണ് സഹോദരന്മാരെ, ഇതൊക്കെ നീങ്ങിപ്പോകാനുള്ളതാണ്. ദുനിയാവ് എന്നുള്ള പദം തന്നെ അതാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുനിയാവിനോട് വിരക്തി കാണിക്കേണ്ടവരാണ്. കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് പടച്ചറബിന് ആരാധന ചെയ്ത് സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ അള്ളാഹ് നമ്മെ ഇഷ്ടപ്പെടും. ഇപ്പൊ ദുനിയാവിനോട് അമിതമായ താല്പര്യമുള്ള ആളാണോ ഞാൻ? അതല്ല, ദുനിയാവിൽ ഉള്ളത് മതി അൽഹംദുലില്ലാ എന്ന ഒരു തൃപ്തനാണോ നമ്മൾ, ഒരു വിരക്തനാണോ നമ്മൾ എന്നത് ചിന്തിക്കുക എന്നുള്ളതാണ്. 8ാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണ വിശേഷണങ്ങളോടുള്ള സ്നേഹമാണ്, ഇഷ്ടമാണ്.
ഒരു സ്വഹാബി അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ടീമിന് അമീറാക്കി നിശ്ചയിച്ചതാ. അത് എപ്പോൾ നിസ്കരിക്കുകയാണെങ്കിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. ഇതൊരു കംപ്ലൈന്റ് ആയി വന്നപ്പോൾ നബി അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓതുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നു, കാരണം ഫഇന്നഹാ സിഫത്തുർ റഹ്മാൻ, അത് അല്ലാഹുവിന്റെ വിശേഷണങ്ങളാണ് ആ സൂറത്തിലുള്ളത്, അതുകൊണ്ട് ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബ്ബുക ഇയ്യാഹ, താങ്കളുടെ ആ ഒരു ഇഷ്ടം താങ്കളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളോടുള്ള ഇഷ്ടം, അത് ഉൾക്കൊള്ളുന്ന ഖുർആനിനോടുള്ള ഇഷ്ടം. അപ്പൊ ഖുർആൻ ഓതാനും ഖുർആന്റെ അർത്ഥം പഠിക്കാനും അതിന്റെ ആശയം ഗ്രഹിക്കാനൊക്കെ ഒരു ഇഷ്ടവും ഒരു സന്തോഷവും, അതിനൊക്കെ കുറച്ച് സമയം അലോട്ട് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും ഖുർആന്റെ തഫ്സീർ വായിക്കാനും അതിനെന്താണ് പറയുന്നത് കേൾക്കാനും അള്ളാഹിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനുള്ള ഒരു ത്വരയൊക്കെ നമുക്കുണ്ടെങ്കിൽ അത് അള്ളാഹ് നമ്മെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. ഇങ്ങനെ 8 ലക്ഷണങ്ങൾ മാത്രമല്ല, ധാരാളം ലക്ഷണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 8 ലക്ഷണങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, ദിക്റെടുക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടോ? നിർബന്ധ കർമ്മങ്ങളിൽ ജാഗ്രത കാണിക്കുന്നുണ്ടോ? വല്ല നന്മകളും മിസ്സായാൽ നമുക്ക് ദുഃഖവും കുറ്റബോധവുമുണ്ടോ? നബിയുടെ സുന്നത്തിനെ തേടിപ്പിടിച്ച് പഠിച്ച് അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ? ഫർളിന് പുറമെ സുന്നത്തായ ഐച്ഛികമായ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അതുപോലെ തന്നെ ദുനിയാവിനോട് വിരക്തി കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കാനും അത് ഉൾക്കൊള്ളുന്ന ഖുർആൻ ഓതാനും ഒക്കെ നമ്മൾ ഇഷ്ടത്തോടുകൂടെ സമീപിക്കുന്നുണ്ടോ? എങ്കിൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് സമാധാനിക്കാം.